ومحل ما ذكر في العقب وما بعده إن اعتمد عليه. നേരത്തെ പറഞ്ഞില്ലേ മടമ്പ്, ചന്തി, അതെല്ലാം അതിൻ്റെ മേലെ ഭാരം താങ്ങുമെങ്കിൽ മാത്രല്ലേ. ഫൈൻ ഇഅ്തമദ അലാ ഗൈരിഹി വഹ്ദഹു, അവൻ അവ അല്ലാത്തതിൻ്റെ മേലെ ആസ്പദമായാൽ, വഹ്ദഹു ആ ഗൈറിൻ്റെ മേലെ മാത്രം, കുറേ കാലിൻ്റെ മേലെയും കുറേ പുറത്തുമല്ല, കാലിനല്ല ഉപയോഗം, ഗൈറിന് മാത്രം. ഉദാഹരണം കാസാവിയിൽ ഖായിമി വറുക്ബത്തിൽ ഖായിദി ഉഅ്തുബിറ മഅ്തമദ അലൈഹി. അവിടെ എന്തേ നോക്കുള്ളൂ, മടമ്പോ ചന്തിയോ ഒന്നും ഇവിടെ മുണ്ടിപ്പോണ്ട. പിന്നെ അതല്ലേ കാല് തിരിഞ്ഞ ആളുടെ ചരിത്രം പറഞ്ഞത്. കാല് ജന്മനാൽ തിരിഞ്ഞു പോയിന് പോലും, എന്നിട്ട് വിരലിന്റെ മേലെയാണ് ഇപ്പൊ എന്താകുന്നത്. ഒരുത്തൻ നിന്ന് നമസ്കരിക്കുകയാണ്, രണ്ട് മരത്തിന്റെ മേലെ ആസ്പദമാക്കിയിട്ട്, സപ്പോർട്ടില്ലായിട്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഇത് കൊടുത്തിട്ടാ ഉള്ളത്, തോളിനടിയിൽ ഭൂമി വരെ എന്ത് കൊടുത്തിട്ടാ ഉള്ളത്, മരം വെച്ചിട്ട് അങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കാൻ ഇപ്പൊ സംവിധാനം ഉണ്ടല്ലോ. തീരെ അർക്കുണ്ടായ ശേഷിയില്ലാത്തത് കൊണ്ട് താഴത്തൈഹി ആ മരം വെച്ചത് എവിടെ, ആ സപ്പോർട്ട് ഫസാറത്തിരിജിലാഹു, അങ്ങനെ അതാ അവന്റെ രണ്ട് കാലായിരിക്കുന്നു, മഹല്ലഖത്തൈനി തൂങ്ങിക്കിടക്കുന്നു, ഫിൽ ഹവായി അന്തരീക്ഷത്തിൽ, ഭൂമിയിൽ പതിയുന്നില്ല. ഭൂമിയിലെത്താൻ ഇനി കുറച്ച് പോണം, ഇവൻ ഇതിന്റെ മേലെയാണ് നിൽക്കുന്നത്. തൊട്ടില്ല എന്ന നിലക്ക് ഭൂമിയിൽ താങ്ങുന്നുണ്ട്, വരസുന്നുണ്ട്. മതി ഊർജം കൊടുക്കുന്നുണ്ടാ. അന്നേരം നിസ്കാരം ശരിയാവില്ല എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ 21-ന്. കെട്ടിത്തൂങ്ങിയാ പോരാ. ഏത്തിമാതു അലാ ഖദമൈഹി 21-ന് നിൽക്കുന്ന ആക്ക് ഖിയാമെന്ന് പറയണ്ടെങ്കിൽ 21-ാം പേജിൽ ശരിയായിട്ട് എത്തിമാ തന്നെ തൂങ്ങണ്ടേ. അതുകൊണ്ടാണ് കെട്ടിത്തൂങ്ങുന്ന ആളുടെ നമസ്കാരം ശരിയാകാത്തത്. ഏതുപോലെ ഒരാൾ എടുത്തു പൊന്തിച്ച് ഇവനെ എന്നിട്ട് ശരിക്കും നിൽക്കുന്നുണ്ട്, ഭൂമിയിൽ എത്തിമാതില്ല, പറ്റോ? പിന്നെ ഇങ്ങനെ പിന്നെ ഇവിടെ പറ്റിയത് അത് അത് നിസ്കാരം സഹിയാകാനുള്ള വഴി ഉണ്ടാക്കിയതാണ്. ഇൻകാനത്ത് ഹാദിഹിൽ ഹയ്യത്തു ബിഖ്തിയാരിൽ മുസല്ലിയാണെങ്കിൽ യജിബു അല്ലാ തന്നഖിദ സ്വലാത്തുഹു കമാ തഖദ്ദമ 21-ാം പേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ രൂപം അല്ല ഇത്. പിന്നെ ഇതല്ലാതെ വേറെ നിർവാഹവും ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ ഇവിടെ ഏതാണ് പരിഗണിക്കേണ്ടത്? അവിടെ കാരണം ഇവന്റെ ശരീരം താങ്ങുന്നത് അതിന്റെ മേലെയല്ലേ. വയത്രദ്ദുന്നവറു ചിന്തയിടറി പോകുന്നു ഫീ മസ്ലൂബിൻ കുരിശിൽ അകപ്പെട്ടവന്റെ വിഷയത്തിൽ. ഇഖ്തദാ ബിഗൈരിഹി ആണി അടിച്ചിട്ടാ ഉള്ളത്, ഇലക്ട്രിക് പോസ്റ്റിന്റെ മേലെയാ മറ്റോ. ഓൻ മറ്റൊരാളെ തുടരുന്നു. ഓനെങ്ങനെ പറയേണ്ടി വരും. മസ്ലൂബിന്റെ ഏത്തിമാദ് എന്തിന്റെ മേലെ തന്നെയാണെന്ന് പറഞ്ഞോളി. മങ്കി ചുമലിന്റെ മേലെയാണ്. ആ രണ്ട് മങ്കിവാണ് അവനെ തങ്ങി നിർത്തുന്നത്. ഉണ്ട് ആ മങ്കി പരിഗണിച്ചോ, മങ്കി കൊണ്ട് കിടക്കണ്ട. وكان هذا ملحظ الأسنبي في اعتبارهما في من تعلق بحبل
ഇതാണ് അസ്നവി ഇമാമിന്റെ വീക്ഷണം. മങ്കിബ് ഫിയതിബാരിഹിമ കാന ഹാദാ മൽഹദൽ അസ്നവി ഫിയതിബാരിഹിമ ഫീമൻ തഅല്ലഖ ബിഹബലിൻ. കയറുകൊണ്ട് എന്താ പറയുന്നു? കാന ഹാദാ ഹുവ മൽഹദുൽ അസ്നവി. എന്താണ്? ഏതാ പറയുന്നു? ഇല്ല യുഖാല പറഞ്ഞില്ലേ, അത് തീർന്നു. വകാന ഹാദാ മൽഹദൽ അസ്നവി. വകാന ഹാദാ കാന ഇത് തന്നെയാണ് അസ്നവി ഇമാമിന്റെ വീക്ഷണം. ഫിയതിബാരിഹിമ രണ്ട് മങ്കിബ് പരിഗണിച്ചോളി. ഫീമൻ തഅല്ലഖ ബിഹബലിൻ. ഫീമൻ തഅല്ലഖ ബിഹബലിൻ ഇത് കണ്ടിട്ട് പറഞ്ഞത്. വറദ്ദുഹു അസ്നവി ഇമാമിനെ റദ്ദ് ചെയ്യൽ ബിബുത്ലാനി സലാത്തിഹി അത് ഇന്നമാ ഹുവ മിൻ ഹൈസിയത്തിൻ ഉഖ്റ. നിസ്കാരം തന്നെ ഇല്ലല്ലോ എന്ന ചോദ്യം ഉത്ഭവിക്കുന്നത് അത് വേറൊരു സബബ് കൊണ്ടാണ്. എന്താ എന്താ ഹൈസിയത്തുൻ ഉഖ്റ അന്ന ഹാദിഹിൽ ഹൈഅത യൂജിബു ഇഖ്തിയാറുഹാ അദം ഇൻഖാദി സ്വലാത്തീൻ. ഭൂമിയിൽ പതിയാൻ കെൽപ്പുള്ളതോട് അല്ല ചോദ്യം വരുന്നത്. ഫീമൻ തഅല്ലഖ ബിഹബലിൻ നിസ്കാരം തന്നെ എങ്ങനെ ചെയ്യാ? അസ്നവി പറഞ്ഞതിനെ റദ്ദ് ചെയ്യല്. എന്ത് പറഞ്ഞുകൊണ്ട്? ആ നിസ്കാരം തന്നെ ബാത്തിലല്ലേ, പിന്നെ നീ മസാല പറയേണ്ട ആവശ്യം. അത് വേറെ നിലക്കാന്നത്. എന്താണ് ഹിയ ഹൈസിയത്തുൻ ഉഖ്റ? എന്താ ഈ ഹൈഅത്ത് യൂജിബു ഇഖ്തിയാറുഹാ മനഃപൂർവ്വം ഈ ഹൈഅത്ത് നടപ്പിലാക്കാൻ ഉണ്ടാക്കി തീർക്കും. അതമിന്നിഖാദി സ്വലാത്ത്. അതാണ് മബാസുൽ ഖിയാമിൽ പറഞ്ഞത്. ഗതിയില്ലായിട്ട് ഇങ്ങനെ ചെയ്ത അവിടെ നമസ്കാരം ബാത്തിലാണെന്ന് വരോ? അപ്പൊ ആരോട് കളിക്കേണ്ടതില്ല? ഇമാം അസ്നവിയോട് ധിക്കാരപരമായി പറയേണ്ട ആവശ്യമുണ്ടോ? അത് മനസ്സിലായില്ലേ? കമാഉൽ ഇമാം മറ ഫീ മബാസുൽ ഖിയാം. അത് 21 സമർത്ഥിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ എപ്പോഴും നിസ്കാരം ശരിയാണെന്നുള്ള വാദമൊന്നും ആർക്കില്ല. നിസ്കാരം ശരിയാകുന്ന ഒരു കൈഫിയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പരിഗണിച്ചോളിയും ഇങ്ങനെ അകാന്നാണ്. വലം അറലഹും കലാമം ഫി സാജിദീൻ. സുജൂദിൽ എന്തിലാ വൈറ്റ് കൊടുക്കല്? സുജൂദിൽ തൂക്കം അമരണ്ടേ. ഇനി ഏറ്റമതാലിഹ അത് ഉപയോഗത്തിലുണ്ടെങ്കിൽ ചിലയാൾക്ക് കാല് വെക്കാൻ പറ്റൂല പോലും. എന്നാ പിന്നെ അസാബി എണ്ണീറ്റ് കാര്യം. അസാബി ശരിക്കും കുത്തി ഭൂമി പതിച്ചെങ്കിലല്ലേ അത് ആസ്പദാക്കല്. വൈല്ല പാഹിറുമായത്തമതാലി അവൻ എന്തിൻ്റെ മേലെയാണോ ആസ്പദമാക്കിയത് ആഹ് കണക്കൂട്ടിക്കോ. ഏത് ഊരിയാലാണോ വീണു പോക്ക് അത് കുട്ടിക്കോ. അതുകൊണ്ട് മറികടക്കാൻ പാടില്ല. മുട്ട് പോലത്തെ മുട്ടിന്റെ മേല് മാത്രം എത്തിമാത് ചെയ്താല് ഇമാമ് നിന്ന് കഴിഞ്ഞാലും അവന്റെ മുട്ട് മുമ്പിൽ മാത്രമാവും. രണ്ടിന്റെ മേലുണ്ടെങ്കിലോ അപ്പൊ ആക്കില്ലേ അപ്പൊ കഥ മെയിനിലേക്ക് തന്നെ പോലെ നവീറമറ ഇപ്പം പറഞ്ഞല്ലോ കുറെ. സുമ്മറായിത്ത് ബയലഹും ബഹസ ഏത്തിബാറ അസാബിഹി നോക്കുമ്പോഴേക്ക് സുമ്മറായിത്ത് ബയലഹും ബഹസ ഏത്തിബാറ അസാബിഹി വയലുഹർ ഇട്ടിട്ട് പറയാനൊന്നുമില്ല. മെല്ലന്നെയാണ് സുജൂദിന്റെ ആളെന്ന്. പക്ഷെ വയത്തയ്യനും ഹംലു അലാമാതക്കർത്തു ഇനിയത്തമതായി എന്നത് വേണ്ടേ? ഇനിയത്തമത ആടെ ഒന്ന് ശരിയാക്കി ലാഭോയത ഫീ ചെറുവാനി 4-ാം വരി 3-ാം വരി ലാഭോയത ഫീ യുഖാലിഫുഹു എന്ന് വേണം. ആ മുഖാലിഫത്തിൽ നിന്നല്ല യുഖാലിഫുഹു എന്നാക്ക്. 2 പുള്ളി വായിക്ക് അലിഫ് കൂട്ട് യുഖാലിഫുഹു. അപ്പൊ ശരി തന്നെ. ഈ മസ്ജിദുൽ ഹറാമിൽ എങ്ങനെ നിസ്കരിക്കേണ്ടത്?
എല്ലാ ഭാഗത്തിലും കഅബ കാണുമല്ല. എങ്ങനെ നിന്നാലും അപ്പൊ ഇസ്തിഖ്ബാലുൽ ഖിബ്ല എങ്ങനെയാണ്? നമ്മളെ പോലെ ഒരു ഭാഗത്ത് പോയി നിൽക്കലല്ല, വട്ടത്തിലാണ് കണ്ടി. 20 ലക്ഷം ആൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയല്ലേ. എല്ലാ ഭാഗത്തും ആള് നിൽക്കൽ തന്നെയാണ്. എവിടെ നിന്നാലും എന്ത് കാണും? കഅബ കാണും. നേരെ ഇങ്ങനെ കിട്ടും. വയസ്തദീറൂന അയിൽ മദ്മൂന. ഈ ഇസ്തിദാറത്ത് ഉജൂബെന്നല്ല. പിറകിൽ നിന്നാൽ ഓർക്കും കഅബ കാണും. സഫാക്കല് മെച്ചം കുറവാണ്. സഫാക്കിയാൽ ഒന്നാം സഫുകാർ വേണ്ടത്ര കാണും, രണ്ടാം സഫുകാർ കുറച്ച് കുറയും. നല്ലോണം കാണണ്ടെങ്കിൽ എന്ത് വേണം? ചുറ്റും നിൽക്കണം. ചിത്രം കണ്ടിട്ടില്ലേ അത്? ഇൻസല്ലു ഫിൽ മസ്ജിദിൽ ഹറാം ഹൗലൽ കഅബ കമാ ഫഅലഹു. എല്ലാവരെയും ചുറ്റിൽ നിർത്തിയിട്ട് ഇമാമത്ത് നടത്തി കാണിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ. വാജ്മഉ അലൈഹി. അതിന്റെ മേലെ പണ്ഡിതന്മാരെല്ലാം എന്താക്കിയിട്ടുണ്ട്? ഇജ്മാവായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ശരാശരിക്ക് ജനലക്ഷങ്ങളാ എന്താക്കി എല്ലായിടത്തും നിന്നോളിന്ന. ഒരാൾ നിന്നതിന്റെ വേക്കിൽ നിൽക്കാൻ നിൽക്കണം. വട്ടം ശരിയായ ദായിറ. വൈവജഹു. ഇതിനെ ന്യായീകരിക്കപ്പെടൽ എങ്ങനെയാണ്? ന്യായീകരണം പറ. എന്താണ്? بأن فيه إظهارا لتميزها وتعظيمها لتمييزها അല്ല لتميزها وتعظيمها. ഇങ്ങനെ നിൽക്കുന്നതിലുണ്ട് ഇൽഹാറൻ ലിതമയ്യുസിഹാ. മസ്ജിദുൽ ഹറാം കഅബത്തിന്റെ തമയ്യുസിനെ വെളിവാക്കലുണ്ട്. വതഅലീമിഹാ. ഇതിന്റെ തഅലീമും വെളിവാക്കലുണ്ട്. തസ്വിയത്തൻ ബൈനൽ കുല്ലി. എല്ലാവർക്കിടയിലും സമത്വം കാണിക്കലും ഉണ്ട്. ഫീ തവജ്ജുഹിഹിം. അവർക്ക് നേരിടാൻ സാധിച്ചതിൽ ഇലിഹ കഅബയിലേക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ കഅബ കാണാനുള്ള അധികാരം കിട്ടിയില്ലേ? ഇല ജമീ ജിഹാത്തിഹ എന്നല്ല, കഅബയുടെ എല്ലാ ജിഹത്തിലേക്കും തിരിയൽ വന്നല്ലോ. അങ്ങനെയും പറഞ്ഞവരുടെ അർത്ഥം പറഞ്ഞത്. തസ്വിയത്തൻ ബൈനൽ കുല്ലി ഫീ തവജ്ജുഹിഹിം ഇലൈഹാ. കഅബന്റെ എല്ലാ മുക്കുമൂലയിലേക്കും തിരിയൽ വന്നല്ലോ. അതൊരർത്ഥം. അതിനേക്കാണ് മിതമായ അർത്ഥം എന്താണ്? പറയും കൂടി. എല്ലാവർക്കും ഈ തവജ്ജുഹ് കുല്ലിൻ മിനൽ മുഖ്തദീന ഇലൽ കഅബത്തിൽ മുശറഫ ബിലാ ഹായിൽ. ഒരു തടസ്സവും ഇല്ലാണ്ട് എല്ലാവർക്കും വീക്ഷണം വരുന്നുണ്ട് അടുത്തേക്ക്. അപ്പൊ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്തിലേക്ക് തന്നെ മടക്കാം? കഅബയിലേക്ക് തന്നെ. ആദ്യം പറഞ്ഞ കണക്കിന് ജമീ ജിഹാത്തിഹ. ജിഹാത്തിഹ ഉള്ളത് കൊണ്ട് ഇലൈഹ എന്ന് കൊടുത്ത് നോക്കും. മുഹിനിയല്ല അങ്ങനെയാ പറഞ്ഞത്. ഇസ്തിഖ്ബാലിൽ ജമീഇൻ. കഅബയുടെ എല്ലാ ജാതി മൂലയിലേക്കും ഇസ്തിഖ്ബാൽ അനുഭവിച്ചല്ലോ. കണ്ടാ? ആ ഒരു കുട്ടർക്ക് അവിടെ കിട്ടും, ഒരു കുട്ടർക്ക് മറ്റേ. ഈ തൗജീഹ് കൊണ്ട് യത്തജിഹു ഇത്ലാഖുഹും. വട്ടം തന്നെയാണ് സുന്നത്ത് എന്നത് മുത്തജിഹായി. ദാലിക വട്ടം ഇസ്തിദാറത്ത്. ഇതുകൊണ്ട് എന്തായി? ഇത്ലാഖ് തന്നെ കിട്ടി. കൈതൊന്നും വേണ്ട. അശാമിലു ലികസ്റത്തിൽ ജമാഅത്തി വഖില്ലത്തിഹിം. പറയ് ഇങ്ങനെയുള്ള ഇത്ലാഖ് കസ്റത്തുൽ ജമാഅത്തിനെയും ഖില്ലത്തുൽ ജമാഅത്തിനെയും ശാമിലാക്കുന്നതായ ഇത്ലാഖ്. അപ്പൊ എന്തായി? എങ്ങനെയാണെങ്കിലും വട്ടത്തിൽ തന്നെ. കുറച്ചാളേ ഉള്ളൂ, 100 ആളേ ഉള്ളൂ, എന്നാലും വട്ടം ചെറിയൊരു വട്ടമായിരിക്കും. ഖിലാഫൻ ലിമൻ ഖയ്യദൻ നദ്വ ബികസ്റതിഹിം. അസാനിയായ മദ്ഹബുണ്ട്. ആളധികം ഉണ്ടെങ്കിലേ എന്ത് വേണ്ടുള്ളൂ, ഇല്ലെങ്കിൽ ശരിയായ നമ്മളെ സാധാരണ പള്ളിയിലുള്ളതുപോലെ എന്താക്കി സഫാക്കിയിട്ട് വെച്ചാൽ. വയുന്തബു അയ്യഖിഫൽ ഇമാമു. കഅബാലയത്തിൽ വെച്ച് ഇമാം അവിടെ നിൽക്കേണ്ടത് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ. ലിലിത്തിബായി. അങ്ങനെ പ്രത്യേകം ഇത്തിബാണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ കയറി
കഅബത്തിലെത്തി തവാഫ് ചെയ്തു, പിന്നെ നമസ്കരിച്ച് ഇബ്രാഹിം മഖാമിൻ്റെ അടുത്ത് വെച്ച് അല്ലേ, സയ്യും ചെയ്തു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ബുഖാരി മുസ്ലിമിലുണ്ട്. റഅയ്തു അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈക യുസല്ലി ബിന്നാസ് ഫീ റമളാൻ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈക്കയെ കണ്ടു ജനങ്ങളെയും കൂട്ടിയിട്ട് ഇമാമത്ത് നടത്തുന്നു റമളാൻ മാസത്തിൽ. ഖൽഫൽ മഖാം, ഇബ്രാഹിം മഖാമിൻ്റെ അടുത്ത് ഇമാമത്ത്. ഇപ്പം നിൽക്കൽ വാതിലിൻ്റെ അടുത്താണ്. ഹജറുൽ അസ്വദ് കഴിഞ്ഞിട്ട് വാതിലിൻ്റെ അടുത്ത് നിന്നാൽ കുറച്ചും കൂടെ സ്വപ്പധികം കിട്ടും. കുറച്ച് ഇപ്പറല്ലേ, കുറേ ഇപ്പറാണ് ഇബ്രാഹിം മഖാമുള്ളത്. 2 സ്റ്റെപ്പും കൂടെ അധികം കിട്ടും, കുറച്ചും കൂടെ അടുത്ത്. ആ സ്വർണ്ണ വാതിലിൻ്റെ അടുത്താണ് ഇപ്പം നിൽക്കുന്നത്. കിബിലാക്ക് മുന്നിടൽ ഷർത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1485 ഒന്ന് വേണമെങ്കിലുണ്ട്. എന്താക്കലി എങ്ങനെ നിന്നാലും കിബില കഅബ കിട്ടണമെന്നല്ലേ പറയുന്നത്. കഅബന്റെ പുറത്തേക്ക് ചാടിപ്പോകുന്നു സംതിനെ തൊട്ട്. അപ്പം എന്താക്കലി ഇസ്തിഖ്ബാലിൻ്റെ ബാബിലി പറഞ്ഞതിൽ നിന്ന് 1485 എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നിൽക്കുന്ന ആൾ ശ്രദ്ധിക്കണേന്ന്. അതായത് ഇവനെ ഉന്തി 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 കഅബത്തിൻ്റെ മുമ്പിലെത്തിയാൽ കഅബയിൽ അടങ്ങിക്കിട്ടണം പോലും, അങ്ങ് വലത്തോ അടുത്തോ തെറിച്ചു പോകുന്നു എന്ന് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നിൽക്കുന്നില്ലേ, നിന്ന് 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 അവരെല്ലാം അടുത്ത് കൂടിയിട്ട് കഅബന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് എന്താകണം കഅബന്റെ അതിനും വിട്ടിട്ട് സംത്തിനെ വിട്ടിട്ട് പുറത്തായി പോറ്. അവന്റെ തോളും കയ്യും ഒന്നും അങ്ങ് അടുത്തോ വലത്തോ ആകുന്നത് എന്ന് പറഞ്ഞതിൽ നിന്ന് കിട്ടി. എന്താ കിട്ടൽ? ഇതാ വൽമുറാദ് ബിസദ്രി ജമീഅ അർളിൽ ബദനാണ് ഫലം ഇസ്തഖ്ബല തർഫഹ ഫഖറജ ശയ്ഉൻ മിനൽ അർളി. അങ്ങനെ ആയാൽ ലം തസിഹ. കണ്ടോ പുറത്തേക്ക്. അപ്പോൾ എന്താക്കല്? മസ്ജിദുൽ ഹറാമിൻ്റെ ബേക്കിൽ നിന്ന് നിസ്കരിക്കുന്ന അവരെന്താ ചെയ്യല്? അന്നഹു ലൗ വഖഫ സഫുൻ തവീലും. ഇത് പിടിച്ചെടുക്കുന്നതാണ്, ഇതവിടെ പറഞ്ഞല്ല. അവിടെ പറഞ്ഞത് ഇങ്ങനെ ആളിങ്ങനെ പെരുകുമ്പോൾ അവരെല്ലാം കൂടി ഇങ്ങനെ സമാഹരിച്ചിട്ട് അവർ ഉന്തിയിൽ കഅബത്തിലേക്ക് എത്തിച്ചാൽ ഒരേ അഭിമുഖം കിട്ടുന്ന രൂപത്തിലാകണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ലൗ വഖഫ സഫുൻ തവീലും ഫീ ഉഖ്റയാത്തിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ ലാസ്റ്റ് വലിയ സഫ് സഹ ബിഖൈദിഹി സാബിഖി സമ്മ 1485 പറഞ്ഞത്. അപ്പം എന്ത് വേണമെന്നാ? അങ്ങനെയുള്ളവർ ഇങ്ങനെ വടിയണോ ഈ നേറാപ്പാക്കണോന്ന് പറയുന്നുണ്ട്. എത്താൻ വേണ്ടിയിട്ട് കുറച്ചിച്ചും എന്താക്കണം, ഇങ്ങനെ നീട്ടി അങ്ങനെ പോയാൽ പറ്റൂല. അങ്ങനെ കഅബന്റെ അളവും വിട്ടിട്ട് അങ്ങനെ ആവൂലേ, കഅബന്റെ സമത്ത് കിട്ടണ്ടേ. ചെരിഞ്ഞോണ്ട് ഇൻഹിറാഫാക്കണോന്ന് പറയുന്നുണ്ട്. ഇൻഹിറാഫ് അതാണ് ഖൈദി സാബിഖി എന്ന് പറഞ്ഞത്. അതിൽ പറയുന്നതാ എന്താ ഖൈദ് എന്താ വഹുവൽ ഇൻഹിറാഫു ബിഹൈസു ലൗ ഖറബ മിനൽ കഅബത്തി ലമാ ഖറജ മിൻ സംതിഹാ. എന്നാൽ മുഹരി പറയുന്ന ഒന്നും വേണ്ട, അങ്ങനെ നിന്നാ മതി, ഒന്നും വേണ്ട പോലും. നസിഹത്ത് മുത്തലഖൻ മുട്ടണ്ട പോലും. ഇതിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ കയറി പിടിച്ചാൽ ഒരേ മുമ്പിലേക്ക് എത്തുന്ന രൂപത്തിലായാൽ മതി പോലും. ഒന്നും വളയണ്ട, ഇൻഹിറാഫാക്കി ഇങ്ങോട്ട് ചേർന്ന് നിൽക്കണ്ട ഇല്ലാന്ന്. പിന്നെ ഇവിടുന്ന് എങ്ങനെയായാലും രശ്മി വിട്ടാൽ അവർക്ക് കിട്ടിക്കോളും പോലും. അങ്ങനെ നിന്നോളിന്ന് കേട്ടാ. ظاهر النهاية موافقة الساجية كما والله رشيدي مشيرا إلى رد ما جرى عليه من نحو كلام النهاية على موافقة ما في المغني من الصحة إن كانوا بحيث يخرج بعضهم عن سمتها لو قربون. അങ്ങനെയല്ലേ മുഗനി പറഞ്ഞത്, അങ്ങനെയല്ല നിഹായ പറഞ്ഞത്. وفي الوجير من بعد ذكر الخلاف المذكور ما نسوه وجزم البرماوي بوجوب الانحراف. അങ്ങോട്ട് എത്തുമ്പോൾ എന്ത് വേണോ ഇങ്ങനെ ഇൻഹിറാഫാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടക്കി കിട്ടണം, ഈ ബൗണ്ടറിൻ്റെ ഉള്ളിലാണ്ടേ. വലായുർ കൗനുഹു മഅ്മൂമ ആകുന്നതിൽ പ്രശ്നം ഒന്നുമില്ല. അഖ്റബ ഇലൽ കഅബ, കഅബയിലേക്ക് അടുക്കുന്നുണ്ട്. ഫീ ഗൈരി ജിഹത്തിൽ ഇമാം,
ഇമാമിൻ്റെ ജിയത്തല്ലാത്തതിൽ ദൂരം നോക്കുമ്പോൾ ചെറുതും വലുതും ആകുന്ന പോലെ. ഈ മഹ്മൂമ് അപ്പുറത്തെ ഭാഗത്താണ് നിന്നത്. ഓനിക്ക് കാബയിലേക്ക് വളരെ അടുത്ത്, ഇമാമ് വളരെ ദൂരെ കാബയിൽ നിന്ന്. ജിയത്ത് വ്യത്യാസം അതുകൊണ്ട് പ്രശ്നമുണ്ടാ? പ്രശ്നമില്ല. ആ അത് നോക്കേ വേണ്ട, അതെന്തായാലും മാറ്റം ഉണ്ടാവും. തഖദീമും തഖീർ ഇവിടെ ജിയത്ത് മാറിയില്ലേ, ഇമാം എങ്ങോട്ടാ മുന്നിട്ട് അതിനേക്കാണ് മറികടക്കരുത് എന്നല്ലേ. ഇത് വേറെ പ്ലാറ്റ്ഫോമിലല്ലേ ഉള്ളത്. ആ സയ്യന്നെ എന്തേ ഓനിക്ക് വളരെ അടുത്തായിരിക്കും മറ്റേ റൗണ്ടിലുള്ളവർക്ക്. ഇങ്ങോട്ടേക്ക് മുഖം തിരിച്ചാക്ക്, ഇമാം അങ്ങോട്ടേക്ക് മാമൂം ഇങ്ങോട്ടേക്കും അല്ലേ. അപ്പോൾ ഓനിക്ക് വളരെ അടുത്ത്. അതായത് റൗണ്ടിന്റെ അകലം ശരിയാകേണ്ടതുണ്ടോ? ഇങ്ങനെ ഒരു കോമ്പാസ് എടുത്ത് വരച്ചാല് ഇമാമിന്റെ കാലും ഇവന്റെ കാലും ഇങ്ങനെ ഒരേ അളവിൽ തന്നെ ആഴത്തിൽ വരേണ്ടതുണ്ടാ? ഇവനിക്ക് കാബയിലേക്ക് വളരെ അടുത്താണ്, ഇമാമിന് വളരെ വേക്കോട്ടാകുന്നുണ്ട്, ഭാഗം മാറിയോണ്ട് വരും. ഇത് ലായറിക മുഖാലഫത്തും ഫാഹിഷ. അതുകൊണ്ട് എന്ത് വരുന്നില്ല? മുമ്പിലായി പോയി എന്ന് പറയണ്ടെങ്കിൽ അത് ഇമാമ് മുന്നിട്ട് അതേ ജിയത്തിൽ തന്നെ മുമ്പിലായാലേ മറികടന്ന് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് പ്ലാറ്റ്ഫോം മാറിയത് കൊണ്ട് എന്തായി? പ്രശ്നമുണ്ടാ? ഇല്ല. ഓ മുമ്പിലായില്ലേ, ഇമാമ് പിന്നിലായില്ലേ? അത് മുഖത്തോട് മുഖേലേ ആകുന്നു. ഒരാളുടെ പിന്നിൽ ഇവനാകുന്ന രൂപം, അതായത് രണ്ടാളുടെയും ജിയത്ത് ഒന്ന്, രണ്ടാമത് ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് നിന്നാണ്. അന്നേരം ഇമാമിനെ മറികടന്നുകൂടാന്നാണ്. ഇമാമിന്റെ ജിയത്തിന്റെ മാറ്റമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇവൻ ഫാസ്റ്റ് ആയാൽ പറ്റൂല തന്നെ. ഈ കഅബയിലേക്കുള്ള ദൂരം വ്യത്യാസമാകൽ കവിയായ ഖിലാഫാണെന്ന് കിട്ടിയില്ലേ? അസഹല്ലേ? അന്ന ഹാദിഹിൽ അഖറബിയ്യത, മഹ്മൂമ് കഅബയോട് അടുക്കുന്നു. കണ്ടാൽ അങ്ങനെ തിരിയുന്നില്ലെങ്കിലും മഹ്മൂമിന് വളരെ വളരെ അടുത്ത്. എന്തിലേക്ക്? അത് മക്റൂഹത്തുൻ മുഫവ്വിദത്തുൻ ലിഫളീലത്തിൽ ജമാഅത്തി വഹുവ മുഹ്തമലുൻ. അത് ശരിയും തന്നെ. വൽ മുത്തജിഹു പിന്നെ കറാഹത്ത് വരും, ജമാഅത്തിന്റെ കൂലിയെ കിട്ടാണ്ടാവും. കല്ലിൻഫിറാദി അനി സഫി, ഏതുപോലെ മല്ലൗല ഞാൻ കണക്കെടുപ്പല്ലേ. എന്നൽ ഖിലാഫ, എന്തുകൊണ്ട്? ഒരു ഖിലാഫ് മദ്ഹബിയായ ഖിലാഫ്. മദ്ഹബിയായ ഖിലാഫ് എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ അകത്തുള്ള അൽ ഖിലാഫ് ബൈനൽ ഉലമായി ഫീ മദ്ഹബിൻ വാഹിദ് അഹഖു ബിൽ മുറാഅത്തി മിൻ ഗൈരിഹി. സഫിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനുള്ള ഖിലാഫ് നമ്മളെ മദ്ഹബും വേറെ മദ്ഹബും തമ്മിലാണ്. അതേ സമയത്ത് ഇതോ അപ്പൊ ഇവിടെ തന്നെയല്ലേ നല്ലോണം കടുപ്പം കൂടല്ലേ. ഇനി വലവ് തവജ്ജഹുമാലി റുക്കിനി, രണ്ടിൽ നിന്നൊരാള് കഅബത്തിന്റെ മൂലയിലേക്ക് അതിരുന്നെങ്കിലോ, റുക്നുൽ അസ്വദിലേക്ക് മൂലയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ മറികടക്കരുതെന്ന് പറഞ്ഞില്ലേ? ആ മൂലന്റെ റോഡ് മാത്രം ഫകുല്ലും മിൻ ജാനിബൈഹി ജിയത്തും ഫകുല്ലും മിൻ ജാനിബൈഹി ആ റുക്നൈനിൽ മുത്തസിലത്തൈൻ ബിമാ സിയാദത്തൻ അല റുക്നില്ലദി ഇസ്തഖ്ബലഹുൽ ഇമാം. അപ്പോൾ ഈ മുന്നിട്ട് ജിയത്തിന് പുറമെ രണ്ട് ജാനിബിലുള്ള എന്ത് വലവ് തവജ്ജഹ അഹദുഹുമ ലിറുക്നിൻ, എന്താണ് ഹജറുൽ അസ്വദിന് നേരെ മുന്നിട്ട് ഫകുല്ലുൻ മിൻ ജാനിബൈഹി ഉണ്ടാകുന്നുണ്ട്. റുക്കിനിലേക്ക് മുന്നിടുമ്പോൾ രണ്ട് ഭാഗത്ത് ഉള്ള ജാനിബുണ്ടല്ല, അൽ മുത്തസിലീനി ബിഹിമ സിയാദത്തുൻ അല റുക്കിനി, അതെല്ലാം ഉൾപ്പെടെ കണക്കൂട്ടണമെന്ന്. അപ്പോൾ ആ ഭാഗത്തിൽ കൂടി എന്താകാൻ പാടില്ല, മുന്നേറാൻ പാടില്ല. മുന്നേറുന്ന കൈഫിയത്ത് പറഞ്ഞിട്ടുണ്ട്. വയലുൽ അഖിബ് കൊണ്ട് എങ്ങനെ മുന്നേറില്ലേ അന്നേരം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ റുക്കിനിന്റെ നേരെയാ തിരിഞ്ഞു നിന്നത്, മറ്റോന് കുറച്ച് ലൂസായി. ഈ ജാനിബും കൂടി ചേർത്തും വായുതായിട്ടുണ്ടെന്നുണ്ട്, അടുത്തും വലത്തുമുള്ള. അപ്പൊ എന്താവും? പ്രശ്നമാണ്. ഇമാമിനെ മറികടക്കരുത്.
പിന്നെ മടമ്പ് കൊണ്ട് ചെറിയ വ്യത്യാസം വന്നാൽ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ സാധിക്കൽ എന്ന് പറഞ്ഞ വഴിയാ പറഞ്ഞത്. ഈ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമുക്കെലാലിക്കാന്ന് പറഞ്ഞെടുത്ത് ആ വൈതായിട്ട് അവിടെ ഈ ഉദാഹരണം കൊടുത്തില്ലേ നോക്ക്. അങ്ങനെ ഇന്ദുസുബിറാൻ ഇതാ 302 എടുക്ക്, പെട്ടെന്ന് എടുക്ക്. 302 ചെറുവാനി. പതിമൂന്നാം വരി അടിയുന്നു. ഇന്ദുസുബിറ ഐ കമൻ യക്തദി ബിമൻ തവജ്ജഹ ലിർക്കിനിൽ ബൈത്തി ശരീഫ്. കണ്ട, ഇവൻ ബേക്കിലാ ഉള്ളത്. അപ്പോൾ ഇവൻ്റെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും നീളാൻ തുടങ്ങും. അപ്പോൾ ഇമാമിനെ കാണാൻ കുറച്ച് മുമ്പിൽ ആയി വരും. ഈ ജാനിബ് വരി കാണിച്ചാൽ ഈ ജാനിബും കൂടെ കൂട്ടുന്നാ പറയും. ആ എല്ലാം കൂടി ഈ തിരിഞ്ഞ മൂല മാത്രമല്ല, 2 സൈഡത്തുമുള്ള ഈ വളവും തിരിവെല്ലാം ഈ ജാനിബിൽ തന്നെ എന്തായി കണക്കൂട്ടും. അവിടെയും മറികടക്കാൻ പാടില്ല. അയാ തുടങ്ങിയാലാവോ? രണ്ടാളും കഅബത്തിന്റെ ഉള്ളിൽ നിന്ന് അഖ്തലഫത്ത് ജിയത്താവുന്നു. ഓരോരുത്തരുടെയും ജിയത്ത് വ്യത്യാസം പറ്റൂലേ? ആ വ്യങ്കാന വജൂഹു യുവജി കഅബത്തിൽ എന്തെങ്കിലും കാണണമെന്നല്ലോ. ഔ വജുഹു ഔ ലഹ്റു അഹദിഹിമാ ലിജംബിൽ ആഖിരി. അല്ലെങ്കിൽ രണ്ടിലൊരാളുടെ വജുഹോ ലഹ്റോ മറ്റേയാളുടെ ജമ്പിന്റെ നേരെ, അങ്ങനെ എല്ലാം ആയിക്കോട്ടെ. പത്തസീഹു വൈൻ തഖദ്ദമ അലൈഹി ഹിനൈദി ഇല്ല ബിഖിലാഫിമാ ഇദാ കാന വജുഹുൽ ഇമാമി, ഇമാമിന്റെ മുഖമായാൽ എതിരായിട്ട് ലിലഹ്രിൽ മദ്മൂമി. അത് പറ്റോ? അപ്പൊ ഇമാമിനെ ബേക്കിലാക്കിയില്ലേ? അതെ, ജമാഅത്ത് പോലെ കമാഫമഹു അൽ മത്നു ലിതഖദ്ദുമിഹി അലൈഹി മാ ഇത്തിഹാദ് യതീമ ഫൈറാദു ഹാദിഹി. അപ്പോൾ ഇത്തിഹാദ് യതീമ എന്നതിനെ പരാതിയാക്കി കൊണ്ടുവരത്ത് അലൈഹി മത്നിന്റെ നേരെ ഫീ ഗൈരി മഹല്ലിഹി, അത് യോജിച്ചതല്ല, അവിടെ പരാതിയൊന്നും ആക്കാനില്ല. ഇത്തിഹാദ് യത്ത് ഇവിടെ വരുന്നുണ്ട്.